ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ എന്ത് ചെയ്യാണ്, മാത്സിൻ്റെ ഒരു ബേസിക് സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പടിയായിട്ട് നമ്മളിന്ന് മാത്സിൻ്റെ അടിത്തറയായിട്ടുള്ള നമ്പർ സിസ്റ്റം അഥവാ സംഖ്യകൾ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യകൾ. 1 മുതൽ തുടർച്ചയായിട്ടുള്ള സംഖ്യകളെയാണ് നമ്മൾ എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണയായിട്ട് വസ്തുക്കളെ എണ്ണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഈ എണ്ണൽ സംഖ്യകളാണ്. എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത് 1, 2, 3, 4 എക്സെട്ര അങ്ങനെ പോകുന്നതാണ്. ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത് 1 ആണ്. അടുത്തതായിട്ട് ഹോൾ നമ്പേഴ്സ് അഥവാ അഖണ്ഡ സംഖ്യകൾ. അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നേരത്തെ എണ്ണൽ സംഖ്യകൾ പഠിച്ചു. ഈ എണ്ണൽ സംഖ്യകളുടെ കൂടെ 0 കൂടി ആഡ് ചെയ്താൽ നമുക്ക് അഖണ്ഡ സംഖ്യകൾ കിട്ടും. അഖണ്ഡ സംഖ്യകളായിട്ട് വരുന്നത് 0, 1, 2, 3 എക്സെട്ര അങ്ങനെ പോകും. ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ എന്ന് പറയുന്നത് 0 ആണ്. അടുത്തതായിട്ട് ഇൻഡിജേഴ്സ് അഥവാ പൂർണ്ണസംഖ്യകൾ. പൂർണ്ണസംഖ്യകൾ എന്ന് പറയുന്നത് പോസിറ്റീവ് സംഖ്യകളും നെഗറ്റീവ് സംഖ്യകളും അതേപോലെ 0 അടങ്ങുന്ന കൂട്ടത്തെയാണ് നമ്മൾ പൂർണ്ണസംഖ്യകൾ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് -3, -2, -1, 0, 1, 2, 3 എക്സെട്ര അങ്ങനെ പോകും. ഞാനിപ്പോൾ ഇവിടെ ഒരു നമ്പർ ലൈൻ കാണിക്കാം. ഈ നമ്പർ ലൈനിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് നമുക്ക് 0 കാണാം. 0 ഒന്ന് വലത്തോട്ടേക്ക് പോസിറ്റീവ് നമ്പേഴ്സും 0യുടെ ഇടത്തെ ഭാഗത്തായിട്ട് നെഗറ്റീവ് നമ്പേഴ്സുമാണ് ഉണ്ടാവുക. അടുത്തതായിട്ട് ഇവൻ നമ്പേഴ്സ് അഥവാ ഇരട്ട സംഖ്യകൾ. ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്നത് 2 കൊണ്ട് പൂർണ്ണമായിട്ടും ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യകളെയാണ് നമ്മൾ ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്നത്. 2, 4, 6, 8, 10 എക്സെട്ര അങ്ങനെ പോയോണ്ടിരിക്കും. അഥവാ 2ൻ്റെ മൾട്ടിപ്പിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്നത്. ഒരു സംഖ്യയുടെ അവസാനത്തിൽ 0, 2, 4, 6, 8 ഇവ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇരട്ട സംഖ്യകളാണെന്ന് പറയാം. ഇപ്പം ഞാനിവിടെ 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. 18 ഒരു ഇരട്ട സംഖ്യയാണോ? എങ്ങനെ നോക്കുക? നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു സംഖ്യയുടെ അവസാനത്തിൽ 0, 2, 4, 6, 8 ഇവ വരികയാണെങ്കിൽ എന്താണ്, ഇരട്ട സംഖ്യയാണ്. അപ്പോൾ 18 എന്താണ്, ഒരു ഇരട്ട സംഖ്യയാണ്. 18 ഒരു ഇരട്ട സംഖ്യയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 37 ഇരട്ട സംഖ്യയാണോ? 37ൻ്റെ അവസാനത്തിൽ 0, 2, 4, 6, 8 ഏതെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ 37 എന്തല്ല, ഒരു ഇരട്ട സംഖ്യയല്ല. ഇനി അടുത്തതായിട്ട് ഓഡ് നമ്പേഴ്സ് അഥവാ ഒറ്റ സംഖ്യകൾ. നേരത്തെ നമ്മൾ ഇരട്ട സംഖ്യകൾ പറഞ്ഞത് എന്താണ്, 2 കൊണ്ട് പൂർണ്ണമായിട്ടും ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യകളാണ് ഇരട്ട സംഖ്യകൾ. അപ്പം അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഓഡ് നമ്പേഴ്സ് വരുന്നത്. അതായത് 2 കൊണ്ട് പൂർണ്ണമായിട്ടും ഹരിക്കാൻ സാധിക്കാത്തവയാണ് ഓഡ് നമ്പേഴ്സ്. എക്സാമ്പിളായിട്ട് വരുന്നത് 1, 3, 5, 7, 9 എക്സെട്ര അങ്ങനെ പോയോണ്ടിരിക്കും. അപ്പോൾ ഞാനിവിടെ 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. 243 ഒറ്റ സംഖ്യയാണോ? നേരത്തെ പറഞ്ഞതുപോലെ ഓഡ് നമ്പേഴ്സിൻ്റെ അവസാനത്തിൽ 1, 3, 5, 7, 9 ഏതെങ്കിലും ഒരക്കായിരിക്കും വരിക. അപ്പോൾ 2 കൂടി പഠിക്കണ്ട, ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, ഇരട്ട സംഖ്യകളുടെ അവസാനത്തിൽ വരുന്ന അക്കങ്ങൾ മാത്രം പഠിച്ചു വെക്കുക. അപ്പോൾ ഞാനിവിടെ 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. 243 ഒറ്റ സംഖ്യയാണോ? അപ്പം ഇതിൻ്റെ അവസാനത്തെ അക്കം നോക്കുക, ഏതാണ്, 3 ആണ് വരുന്നത് അല്ലേ. 3 എന്താണ്, ഓഡ് നമ്പറാണ്. അപ്പം 243 എന്താണ്, ഒരു ഒറ്റ സംഖ്യയാണ്. ഒരൊറ്റ സംഖ്യയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 654 ഒറ്റ സംഖ്യയാണോ? 654ൻ്റെ അവസാനത്തെ അക്കം ഏതാണ്? അവസാനത്തെ അക്കം 4 ആണ്. 4 എന്താണ്, ഒരൊറ്റ സംഖ്യയാണോ? അല്ല, ഇരട്ട സംഖ്യയാണല്ലേ. ഇനി അടുത്തതായിട്ട് വരുന്നത് പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യകൾ. അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത് ഒരു സംഖ്യയെ 1 കൊണ്ടും ആ സംഖ്യ കൊണ്ടുമല്ലാതെ വേറൊരു സംഖ്യ കൊണ്ടും ഹരിക്കാൻ കഴിയാത്തവയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാനൊരു സംഖ്യ എടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു 3 എടുത്ത്, ഈ 3 നമുക്ക് ഏതൊക്കെ സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ, ഹരിക്കാൻ പറ്റും? ഒന്നെങ്കിൽ 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ.
3 ഹരിക്കണം 3 എത്രയാണ്? 1 കിട്ടും. അല്ലെങ്കിലോ 3നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 ഹരിക്കണം 1 എത്രയാണ്? 3. അപ്പോൾ 3ൻ്റെ ഫാക്ടറായിട്ട് 3ൻ്റെ ഘടകമായിട്ട് വരുന്നത് ഏതൊക്കെയാണ്? 3ഉം 1ഉം മാത്രമാണ്. വേറെ ഏതെങ്കിലും സംഖ്യനെ കൊണ്ട് നമുക്ക് 3നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതുപോലുള്ള സംഖ്യകളാണ് നമ്മൾ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. അഭാജ്യ സംഖ്യകൾക്ക് എത്ര ഘടകമാണുള്ളത്? 2 ഘടകമാണ് ഉണ്ടാവുക. ആ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒന്നുകിൽ ആ സംഖ്യ അല്ലെങ്കിൽ 1. ഇതാണ് അഭാജ്യ സംഖ്യകളുടെ ഘടകങ്ങളായിട്ട് വരിക, അഥവാ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. വേറൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 7ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് വരുന്നത്? 1ഉം വരും, അതേപോലെ 7ഉം വരും. വേറെ ഏതെങ്കിലും സംഖ്യനെ കൊണ്ട് 7 നമുക്ക് ഹരിക്കാൻ കഴിയില്ല. ഇവിടുത്തെ 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. 2 അഭാജ്യ സംഖ്യകൾ കൊടുത്തിട്ടുണ്ട്, 11ഉം 19ഉം. അപ്പോൾ 11ൻ്റെ ഫാക്ടേഴ്സായിട്ട് അഥവാ ഘടകങ്ങളായിട്ട് ഏതൊക്കെ വരിക? ഒന്നെങ്കിൽ 11 വരും, പിന്നെ 1ഉം വരും. 19 ആണെങ്കിലോ 19ഉം ഉണ്ടാവും, 1ഉം ഉണ്ടാവും. ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. നമുക്ക് 11 ഗുണിക്കണം 1 എന്ത്? 11. അതേപോലെ 1 ഗുണിക്കണം 11 11. വേറെ ഏതെങ്കിലും സംഖ്യനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 11 കിട്ടുമോ? ഇല്ല. അപ്പോൾ 11ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ 11ഉം 1ഉം മാത്രമാണ്. അതേപോലെ 19ൻ്റെ ഫാക്ടേഴ്സ് 19ഉം 1ഉം മാത്രമാണ്. നമ്മൾ നേരത്തെ ആദ്യം പഠിച്ചു ഇരട്ട സംഖ്യകൾ. ഏതൊക്കെയായിരുന്നു ഇരട്ട സംഖ്യകൾ? 2, 4, 6, 8 ഇങ്ങനെ പോകുന്നതാണ് ഇരട്ട സംഖ്യകൾ. ഈ ഇരട്ട സംഖ്യയായിട്ടുള്ള ഒരേ ഒരു പ്രൈം നമ്പർ അഥവാ അഭാജ്യ സംഖ്യയാണ് 2 എന്ന് പറയുന്നത്. 2 മാത്രമാണ് ഇരട്ട സംഖ്യയായിട്ടുള്ള ഒരു അഭാജ്യ സംഖ്യ. ഇനി അടുത്തതായിട്ട് കോമ്പോസിറ്റ് നമ്പേഴ്സ് അഥവാ ഭാജ്യ സംഖ്യകൾ. അഭാജ്യ സംഖ്യകൾ എന്താ നമ്മൾ പഠിച്ചു? ഒരു സംഖ്യയെ ആ സംഖ്യ കൊണ്ടും 1 കൊണ്ടും മാത്രം ഹരിക്കാൻ കഴിയുന്നവയാണെന്ത്? അഭാജ്യ സംഖ്യകൾ. വേറൊരു സംഖ്യനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഹരിക്കാൻ കഴിയില്ല. അതിൽ എത്ര ഘടകങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്? 2 ഘടകങ്ങളിലെ. ഇനി ഭാജ്യ സംഖ്യകൾ നോക്കാം നമുക്ക്. ഭാജ്യ സംഖ്യകളിൽ 2ൽ കൂടുതൽ ഘടകങ്ങൾ ഉണ്ടാവും. ഉദാഹരണമായിട്ട് 4, 6, 8, 9, 10 ഇതെല്ലാം എന്താണ്? ഭാജ്യ സംഖ്യകളാണ്. എക്സാമ്പിൾ നോക്കാം. 4 നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 1നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 4 കിട്ടും. അതേപോലെ 4നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 4 തന്നെയാണ്. ഇതല്ലാണ്ട് വേറെ ഏതെങ്കിലും സംഖ്യനെ മൾട്ടിപ്ലൈ ചെയ്താൽ 4 കിട്ടുമോ? കിട്ടൂലേ? 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും എന്ത് കിട്ടും? 4 കിട്ടും. അപ്പോൾ ഇവിടെ എത്ര ഘടകങ്ങൾ വന്ന്? 1ഉം 4ഉം ഓൾറെഡി വന്ന്, അതേപോലെ 2ഉം വന്ന്. അപ്പോൾ ഇവിടെ 2ൽ കൂടുതൽ ഘടകങ്ങൾ വന്ന്. 2ൽ കൂടുതൽ ഘടകങ്ങൾ വന്നാൽ അതെന്താണ്? ഭാജ്യ സംഖ്യകളാണ്. ഇവിടെ വേറൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫാക്ടർ ഓഫ് 10. 10ൻ്റെ ഫാക്ടേഴ്സിന് ഇത് നമുക്ക് എന്ത് ചെയ്താൽ 1നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 10 എന്ന് കിട്ടും. അതേപോലെ 2നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 10 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 10ൻ്റെ ഫാക്ടേഴ്സ് എന്താണ്? 2ൽ കൂടുതലുണ്ട്. 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് വന്നുകൊണ്ട് അത് ഭാജ്യ സംഖ്യകളാണ്. ഇനി അതേപോലെ നമുക്ക് 14 നോക്കാം. 14 നമുക്ക് ആദ്യം 1 ഗുണിക്കണം 14 എത്രയാണ്? 14. പിന്നെ ഏതെങ്കിലും സംഖ്യേനെ ഗുണിച്ചാൽ 14 കിട്ടുമോ? 7ന് എന്ത് ചെയ്യാം? 2 കൊണ്ട് ഗുണിച്ചാലും 14 എന്ന് കിട്ടും. അപ്പം 14ന് എന്തുണ്ട്? 2ൽ കൂടുതൽ ഘടകങ്ങൾ ഉള്ളത് കൊണ്ട് 14 എന്താണ്? ഒരു ഭാജ്യ സംഖ്യകളാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? എണ്ണൽ സംഖ്യകൾ. എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താ? 1 മുതൽ തുടങ്ങുന്ന തുടർച്ചയായിട്ടുള്ള സംഖ്യകളെയാണ് നമ്മൾ എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത്, അഥവാ നാച്ചുറൽ നമ്പേഴ്സ്. അടുത്തതായിട്ട് ഹോൾ നമ്പേഴ്സ് അഥവാ അഖണ്ഡ സംഖ്യകൾ. എണ്ണൽ സംഖ്യകളുടെ കൂടെ 0 കൂടെ ചേർന്നാൽ അതെന്തായി? അഖണ്ഡ സംഖ്യകൾ അഥവാ ഹോൾ നമ്പേഴ്സായി. അടുത്തതായിട്ട് പൂർണ്ണ സംഖ്യകൾ അഥവാ ഇൻറ്റീജേഴ്സ്. നെഗറ്റീവ് കൂടി വരുമ്പോൾ അതെന്തായി? പൂർണ്ണ സംഖ്യകളായി. അഖണ്ഡ സംഖ്യകളുടെ കൂടെ നെഗറ്റീവുകളും കൂടി വരുമ്പം, അതായത് നെഗറ്റീവ് സംഖ്യകളും ഉണ്ടാവും, 0 ഉണ്ടാവും, അതേപോലെ പോസിറ്റീവ് സംഖ്യകളും ഉണ്ടെങ്കിൽ അതെന്താണ്? പൂർണ്ണ സംഖ്യകൾ അഥവാ ഇൻറ്റീജേഴ്സായി. അടുത്തതായിട്ട് ഇരട്ട സംഖ്യകൾ അഥവാ ഇവൻ നമ്പേഴ്സ്. അതെന്താണ്? 2 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളെയാണ് ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്നത്. അല്ലാത്ത സംഖ്യകളാണ് ഒറ്റ സംഖ്യകൾ. ഇനി അടുത്തതായിട്ട് അഭാജ്യ സംഖ്യകളും ഭാജ്യ സംഖ്യകളും എന്ന് പഠിച്ചത്. അഭാജ്യ സംഖ്യകൾ പറഞ്ഞാൽ എന്താ? ആ സംഖ്യ കൊണ്ടും 1 കൊണ്ടും മാത്രം ഹരിക്കാവുന്ന സംഖ്യകളെയാണ് നമ്മൾ അഭാജ്യ സംഖ്യകൾ എന്ന് പറയല്. അഭാജ്യ സംഖ്യകളിൽ എത്ര ഘടകങ്ങളാണ് ഉണ്ടാവുക? 2 ഘടകങ്ങളാണ് ഉണ്ടാവുക. എന്നാൽ ഭാജ്യ സംഖ്യകൾ എന്ന് പറയുകയാണെങ്കിൽ അതിൽ 2ൽ കൂടുതൽ ഘടകങ്ങൾ ഉണ്ടായിരിക്കും. ഞാൻ ഒരു ക്വസ്റ്റ്യൻ തരാം. ഇതിൻ്റെ ഉത്തരം എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ ഇതാണ്:
താഴെ നൽകിയവയിൽ പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യകൾ ഏതെല്ലാം? 41, 36, 37, 26, 22, 47. ഇതിൻ്റെ ഉത്തരം എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ സങ്കലനം അഥവാ അഡീഷൻ ആയിരിക്കും.